യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ മാർവലിൻ്റെ ഈ വർഷത്തെ വെരി ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് റിലീസ് ആകുന്നതിന് മുമ്പേ ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ അത് 5 എപ്പിസോഡുകൾ എന്തോ റിലീസായിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എയർ ലൈഫ് ഫ്ലോപ്പായി. ഈ ഒരു സീരീസ് പക്ഷേ അങ്ങനെയല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ്. ഈ സീരീസ് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ ഫസ്റ്റ് സീസൺ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ മാർവൽ ഇതിൻ്റെ സെക്കൻഡ് സീസൺ റിന്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫിനിഷ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 3rd സീസണിന് വേണ്ടി റിന്യൂ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയേ മാർവൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നത്. ഒരു സീരീസ് ഇറങ്ങുന്നതിന് മുമ്പേ 2 സീസൺ അവർ ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ് വരാനായിട്ട് പോകുന്നതെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഈ സ്പൈഡർമാൻ്റെ സ്റ്റോറികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം ലൈവ് ആക്ഷൻ തന്നെയാണെങ്കിൽ 3 ഡിഫറെൻറ്റ് സ്പൈഡർമാൻ നമുക്കുണ്ട്. പിന്നെ ആ ഒരു സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അനിമേറ്റഡ് മൂവിയുണ്ട്. അതിനിടയ്ക്കാണ് പുതിയൊരു സീരീസ് വരുന്നത്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്പൈഡർമാനെയാണ് നമുക്ക് ഈ ഒരു സീരീസിനകത്ത് എക്സ്പീരിയൻസിനകത്ത് കിട്ടുന്നത്. ഇതൊരു ഒറിജിൻ സ്റ്റോറി ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ എവിടെയും ഒറിജിൻ സ്റ്റോറിയുടെ ആ ഒരു ലാഗില്ല. അതായത് പീറ്ററിനെ സ്പൈഡർ അടിക്കുന്നു, പീറ്റർ സ്പൈഡർമാൻ ആവുന്ന ഒരു ജേണി ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്തില്ല. എല്ലാം പടപടേന്ന് കാര്യങ്ങൾ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അതെല്ലാം കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് ആ ഒരു ടൈം ലൈൻ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. കുറേയധികം സാധനങ്ങൾ, അതുപോലെ തന്നെ കുറേയധികം ക്യാമിയോസ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്പൈഡർമാൻ സീരീസിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേയധികം ക്യാമിയോസ് ഈ ഒരു സീരീസിനകത്തുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നമ്മൾ യൂഷ്വലി കാണാറുള്ള സ്പൈഡർമാൻ സിനിമകൾ, അത് ഇതുവരെ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ സിനിമകളിലെ ആ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നോർമലി കാണിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലാണ്ട് കുറേയധികം പുതിയ ക്യാരക്ടേഴ്സിനെ ഈ ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട്, അതായത് ഇപ്പം ആ ഒരു സ്പൈഡർമാൻ്റെ ഗൈൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അതായത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അത് ഒക്കെ വേറൊരു പുതിയ ക്യാരക്ടറിനെയാണ് കാണിച്ചിട്ടുള്ളത്. പുതിയ ക്യാരക്ടറൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്യാരക്ടറിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ചില ക്യാരക്ടേഴ്സിനെ ഇത് വില്ലനാണോ അതോ ഒരു നല്ല ക്യാരക്ടറാണോ എന്ന് നമ്മളെ തന്നെ കൺഫ്യൂസിങ് ആക്കുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം സാധനങ്ങൾ ഡിഫറൻ്റായിട്ട് വളരെ ഫ്രഷായിട്ട് കാണിച്ചിട്ടുള്ള അനിമേഷൻ ആണെങ്കിൽ കൂടി ചില സമയത്ത് നമ്മളൊരു കോമിക്സ് വായിക്കുന്ന ആ ഒരു ഫീല് തരുന്ന കുറച്ച് അനിമേഷൻ സാധനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം. ഇപ്പം യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ സിനിമകളൊക്കെ ഒരു ടീനേജ് സ്പൈഡർമാൻ എന്നല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. കുറച്ച് പ്രായമുള്ള ഒരു അഡൾട്ട് ഇപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു അഡൾട്ട്ഹുഡായിട്ടുള്ള ഒരു സ്പൈഡർമാനാണ്, അല്ലെങ്കിൽ പീറ്ററാണ്. പക്ഷേ ഇവിടെ എൻ്റയർലി ആ ഒരു ടീനേജ് കിഡ് കറക്റ്റ് അത് തന്നെയാണ്. ആ ഒരു പീറ്ററിൻ്റെ ആ ഒരു ഇപ്പം മാനസത്തിലായാലും അങ്ങനെ കുറേ സാധനങ്ങളിൽ കൊച്ചാണ് സ്പൈഡർമാൻ എന്നൊരു 16-17 വയസ്സുള്ള പയ്യനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ 10 എപ്പിസോഡുകളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാർവൽ കോൺഫിഡൻസ് കാണിച്ച് തന്നെയാണ് അടുത്ത 2 സീസണുകൾ റിന്യൂ ചെയ്തിട്ടുള്ളത്. അടുത്ത സീസൺ എനിക്ക് തോന്നുന്നു 2026 കുറേയധികം മാർവൽ ഇവൻറ്റ്സുകൾ വരാനുണ്ട്. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാലണ്ടർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ആ ഒരു 2026 ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. 2026 or 2027 ഈ ഒരു സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് 2026 റിലീസ് ചെയ്യുന്നതാണ്. കാരണം 2027 3rd സീസൺ കൂടെ റിലീസ് ചെയ്യാനായിട്ട്, കാരണം വർക്ക് ഓൾമോസ്റ്റ് കഴിയാറായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സെക്കൻഡ് സീസൺ ആയിരിക്കും ഇതിൻ്റെ. കാരണം ഫസ്റ്റ് സീസൺ അങ്ങനെയാണ്, കുറേയധികം ക്യാരക്ടേഴ്സിൻ്റെ ഇനിയും ബിൽഡ് ചെയ്യാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പാതിയെ ആയിട്ടുള്ളൂ, ഫുൾ സ്ട്രെങ്ത് കാണിച്ചിട്ടില്ലാത്തുള്ള കുറേയധികം ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. കുറേ ക്യാരക്ടേഴ്സിൻ്റെ എന്താണെന്ന് കാണിച്ചിട്ടില്ല. അതെല്ലാം നമുക്ക് സെക്കൻഡ് സീസണിലും 3rd സീസണിലുമായിട്ട് കാണി. ഇനി വരാൻ പോകുന്നതെല്ലാം വലിയ ഇവൻ്റ് ആണെന്ന് ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അടുത്ത സീസണിൽ നമുക്ക് കാണാനായിട്ട് വരും. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളൊരു സ്പൈഡർമാൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടും. നമ്മൾ യൂഷ്വലി കാണാറുള്ളൊരു മാർവൽ സീരീസ് പോലെ അല്ല, ഒരു അനിമേറ്റഡ് സീരീസ് പോലെ അല്ല ഇതൊരു ഗംഭീര സാധനമുണ്ട്. എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സീരീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കുക, ഒപ്പീനിയൻസ് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറയുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അതിന് ബൈ ഗൈസ്.